കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ രൂക്ഷമായ മരുന്ന് ക്ഷാമത്തിൽ വലഞ്ഞ് രോഗികൾ. 75 കോടി രൂപയുടെ കുടിശ്ശിക കൊടുക്കാത്തതിനാൽ വിതരണക്കാർ മരുന്ന് നൽകുന്നത് നിർത്തിയതാണ് പ്രതിസന്ധിക്ക് കാരണം. ഡിസംബർ വരെയുള്ള കുടിശ്ശിക ഈ മാസം ലഭിക്കുമെന്ന് ഉറപ്പ് ലഭിച്ചാലേ മരുന്ന് വിതരണം പുനഃസ്ഥാപിക്കൂ എന്നറിയിച്ച് മന്ത്രിക്കും മെഡിക്കൽ കോളേജ് അധികൃതർക്കും വിതരണക്കാർ കത്തയച്ചു. കിഡ്നി പേഷ്യൻ്റ് ആയിട്ട് വന്നാണ്. ഇല്ല, മരുന്നില്ല. അപ്പോൾ ഞാൻ ഉള്ളിൽ പോയി അവിടെ കുറേ നേരം ലൈനിൽ നിന്നു. അവിടുന്ന് ഇത് ചോദിച്ചപ്പോൾ മരുന്നില്ലായിരുന്നു. പിന്നെ ഇവിടെ പുറത്ത് ഇവിടെ ഒരു മെഡിക്കൽ ഷോപ്പ് ഉണ്ടായിരുന്നു, അതിപ്പോൾ കാണാനല്ല, പൂട്ടിയിരിക്കുന്നു തോന്നുന്നു. അപ്പോൾ അത് ഇവിടെ വന്നിട്ട് ചോദിച്ചു നോക്കുമ്പോൾ ഇവിടെ ഇല്ല. ഇങ്ങനെ ആകുമ്പോൾ ബുദ്ധിമുട്ടാണ്. നോമ്പൊക്കെ നോറ്റാണ്ട് നമ്മളിങ്ങനെ അവർ വരുന്നില്ല എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഭാര്യയ്ക്ക് മരുന്നാണ്ടൊന്നും വരുന്നുണ്ടായിരുന്നു, അതൊന്നും കിട്ടിയില്ല. മലബാറിലെ ഏറ്റവും സാധാരണക്കാരായ രോഗികൾ ആശ്രയിക്കുന്ന ആശുപത്രിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ്. ഇക്കഴിഞ്ഞ 10-ാം തീയതി മുതലാണ് 75 കോടി രൂപ കുടിശ്ശികയായിട്ടും ഒന്നും കൊടുത്തു തീർക്കാതെ വന്നതോടെ മരുന്ന് വിതരണക്കാർ വിതരണം നിർത്തിയത്. എല്ലാതരം മരുന്നുകളും പുറത്തുനിന്ന് വലിയ തുക കൊടുത്തു വാങ്ങേണ്ട അവസ്ഥ. സ്റ്റെന്റ് അടക്കമുള്ള ശസ്ത്രക്രിയാ ഉപകരണങ്ങളും കിട്ടാതായതോടെ ദിവസവും നടക്കേണ്ട ശസ്ത്രക്രിയകളും മുടങ്ങുന്ന സാഹചര്യം. പിന്നെ വാൾവ് മെയിൻ ഓപ്പറേഷൻ ചെയ്യുന്ന സാധനങ്ങളൊന്നും ഇല്ലാതെ ഡോക്ടർമാർ നേരത്തെ സൂചിപ്പിച്ചു ബുദ്ധിമുട്ടാണ്, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഗവൺമെൻറ്റിൻ്റെ കാര്യമാണ് പറഞ്ഞു. ഞങ്ങൾക്ക് അതിനേക്കാളും ബുദ്ധിമുട്ട്. ഇപ്പോൾ 30-35 രൂപേൻ്റെ സാധനം മേടിച്ചു. ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഹാർട്ടിൻ്റെ വാൾവ് അതിവിടെ ഇല്ലാതെ പെട്ടെന്ന് മേടിക്കാൻ പറഞ്ഞു. ഞാൻ മേടിക്കാൻ പൈസ ഇല്ലാതെ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടി. യൂറോളജി, നെഫ്രോളജി, ഓർത്തോ വിഭാഗങ്ങളിൽ വിവിധ ശസ്ത്രക്രിയകൾ മുടങ്ങുകയും ചെയ്തു. ഏകദേശം 75ഓളം വിതരണക്കാരാണ് മെഡിക്കൽ കോളേജിലേക്ക് മരുന്ന് വിതരണം നടത്തുന്നത്. കുടിശ്ശിക കിട്ടാതായതോടെ ചില വിതരണക്കാർ നേരത്തെ തന്നെ വിതരണം നിർത്തിവച്ചിരുന്നു. റിപ്പോർട്ടർ, കോഴിക്കോട്.